മലവെള്ളപ്പാച്ചിൽ പോലെ മനസ്സിൽ തട്ടാത്ത ഒത്തിരി സംഗീതം, ഒത്തിരി പാട്ടുകൾ മലയാളിക്ക് വന്നു പോകുന്നുണ്ട്. ആ പാട്ടുകൾ അത്രയും ഒരുപക്ഷെ മലയാളിയുടെ മനസ്സിലേക്കെങ്കിലും തൊടാതെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് അനുഭവമുണ്ട്. ഈ സമയത്താണ് മലയാളിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒന്നാന്തരം പാട്ടുകൾ. അതിലെല്ലാം ഉപരി ലോകത്തെവിടെ ഇരിക്കുന്ന മലയാളിയെയും ഓർമ്മപ്പെടുത്തുന്ന ധാരാളം പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച പ്രശസ്തനായ സംഗീത സംവിധായകൻ ജെറി അമൽദേവ് ആണ് ഇന്നത്തെ നമ്മളുടെ ഈ അഭിമുഖത്തിൽ അമേരിക്കൻ ഫോക്കസിൽ നമുക്ക് അതിഥിയായി വന്നത്. തീർത്തും അമേരിക്കൻ പ്രേക്ഷകർക്ക് അഭിമാനിക്കാവുന്ന ചില നിമിഷങ്ങൾ നമുക്ക് പങ്കിടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ജെറി അമൽദേവിന് സ്വാഗതം. സാറിപ്പോൾ അമേരിക്കയിലേക്ക് വന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും? എൻ്റെ പഴയ സുഹൃത്തും ലിറിസിസ്റ്റും അഭ്യുദയകാംക്ഷിയുമായ ഫാദർ തദ്ദേവ് സരവന്തത്ത് വിളിച്ചിട്ട് വന്നതാണ്. അച്ഛൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ഇവിടെയുള്ള ആളുകളെയൊക്കെ തന്നെ വെച്ചുകൊണ്ട് ഒരു നല്ല സംഗീത പരിപാടി നടത്തണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഏകദേശം 10-20 ദിവസമായി. ഞാനിവിടെയുള്ള പാട്ടുകാരെയും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിഷ്യനെയൊക്കെ ട്രെയിൻ ചെയ്തിട്ട് ഒരു ഇൻഡിജിനസ് എന്ന് പറയാവുന്ന ടൈപ്പിലൊരു സംഗീത പരിപാടി നടക്കാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ഇന്ത്യ എന്നുള്ള ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ആള് എന്ന് പറയുന്നത് ജെറി അമൽദേവുമായിട്ട് സംഗീത രംഗത്തുള്ള എല്ലാവരും പറയാറുണ്ട്. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മളുടെ സ്കൂളുകളിലൊക്കെ സംഗീതം ഒരു പഠന വിഷയമാക്കി മാറ്റാൻ കഴിയാത്തത്? അങ്ങനെ വരുന്നൊരു കാലമുണ്ടാവും. എന്താണ് അതിൻ്റെ ഒരു സോഷ്യൽ ആസ്പെക്ട്? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം. സർ, ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ കർണാടക സംഗീതം നമ്മുടെ എല്ലാ സ്കൂളിലും തന്നെ പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ അത് ഒരു സീരിയസ് അറ്റംപ്റ്റ് അല്ലായിരുന്നു. ഒരു ടീച്ചറിനെ അപ്പോയിന്റ് ചെയ്യും, ആ ടീച്ചർ ആഴ്ചയിൽ 1-2 പീരീഡിൽ ഓരോ ക്ലാസ്സിലെ കുട്ടികളെ വിളിച്ച് കുറേ പാട്ട് പാടിപ്പിക്കും, അത്രയേ ഉള്ളൂ. ഈ അമേരിക്കയിലുള്ള പോലെ സിസ്റ്റമാറ്റിക് ട്രെയിനിങ്, സ്പെഷ്യലി ഫോർ ചിൽഡ്രൻ ഗിഫ്റ്റഡ് ഇൻ മ്യൂസിക് കൊടുക്കുന്ന പ്രവണത നമുക്കില്ല. നമ്മൾ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ കൂടിയാണല്ലോ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുക. ക്ലാസിക്കൽ എന്ന് പറയുന്നത് തെറ്റാണ്, ആർട്ട് മ്യൂസിക് എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ നമ്മുടെ കർണാടക സംഗീതം അത് തെറ്റാണ്. അതായത് തെക്കേ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്, ശാസ്ത്രീയ സംഗീതം ആണ് നമുക്കുള്ളത്. പിന്നെ അടുത്ത കാലത്താണല്ലോ സിനിമാക്കാർ കയറി വരികയും പോപ്പുലർ മ്യൂസിക് എന്നുള്ള ശാഖ നമുക്കുണ്ടാകുകയും ചെയ്യുന്നത്. അപ്പോൾ പോപ്പുലർ മ്യൂസിക് എന്ന് വെച്ചാൽ ഇപ്പോൾ ആരൊക്കെയോ കുറേ പാട്ടുണ്ടാക്കുന്നു, ഏതൊക്കെയോ സിനിമയിലും അത് വരുന്നു, ആളുകൾ രസിക്കുന്നു, പാടുന്നു എന്നതിൽ കവിഞ്ഞ് യാതൊരു വക ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ലോക ജനതയുടെ 1/5 ജനങ്ങളുള്ള നാടാണ് ഇന്ത്യ. നമുക്ക് എൻജിനീയറിംഗ് പഠിപ്പിക്കാനും ടെക്നോളജി പഠിപ്പിക്കാനും IT പഠിപ്പിക്കാനും ആയിരക്കണക്കിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷേ ഈ പോപ്പുലർ സംഗീതത്തിന് വേണ്ടി ഇതുവരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെങ്കിലും ആരും തുറന്നിട്ടില്ല. കുറേ ലളിതകലാ അക്കാഡമികളുണ്ടെങ്കിലും ഈ പോപ്പുലർ മ്യൂസിക്കിന് വേണ്ടി അത് നിലകൊള്ളുന്നില്ല. പോപ്പുലർ മ്യൂസിക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ ഒരു ചെറിയ കഷ്ണം കടലാസ് കൊടുത്ത് മാനിക്കും എന്നതിൽ കവിഞ്ഞ് അവിടെ ലളിതകല അക്കാദമിയിലൊന്നും നടക്കുന്നില്ല. Therefore, in fact, this is a very big weakness in our, shall I say, polity in India. We are not doing anything in this direction. ഞാൻ നമ്മളുടെ ആ ഒരു പ്രൊഫൈൽ നോക്കി എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഹിന്ദി സംഗീതത്തോടൊരു പ്രത്യേക, ഹിന്ദി ഭാഷയോടും ഒക്കെ തീർച്ചയായിട്ടും. അത് ഞാൻ ചെറുപ്പത്തില്, ഞാൻ വളർന്നത് 40കളിലും 50കളിലും. എൻ്റെ അന്നൊന്നും മലയാളം സംഗീതം, മലയാളം സിനിമ വളരെ കേരളമായിട്ട് വരുള്ളൂ. അപ്പോൾ അക്കാലത്ത് കേരളത്തിൽ, അതായത് കൊച്ചിയിൽ, ഞാൻ കൊച്ചിക്കാരനാണല്ലോ, കൊച്ചിയിൽ കേട്ടത് കൂടുതലും ഹിന്ദി പാട്ടുകൾ, ഹിന്ദി സിനിമാ പാട്ടുകളാണ്. പിന്നെ അല്പസ്വല്പം തമിഴും കേൾക്കുമായിരുന്നു. ലൈക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഇതാണ്,
ആയിരം തലൈ വാങ്ങി, അപൂർവ ചിന്താമണി എന്നൊക്കെ പറഞ്ഞ സിനിമകളുണ്ടായിരുന്നു. അതിലുള്ള പാട്ടുകളൊക്കെ കൂടുതലും ഹെവി ക്ലാസിക്കൽ, അതായത് ശാസ്ത്രീയ സംഗീതാധിഷ്ഠിതമായിരുന്നതുകൊണ്ട് എന്നെ അതങ്ങോട്ട് അത്ര ആകർഷിച്ചില്ല. പ്രത്യേകിച്ച് കർണാറ്റിക് മ്യൂസിക്കിനോട് എനിക്ക് അത്ര വലിയ ആകർഷണം തോന്നിയില്ല. അതേസമയം ഹിന്ദി പാട്ടുകളോട് എൻ്റെ വീട്ടിലെ അമ്മാവന്മാർക്കും വലിയ ഇഷ്ടമായിരുന്നു. അപ്പം പഴയ പാട്ടുകൾ വരെ പങ്കജ് മല്ലിക്, ആർ.സി. ഗോറാൽ, സൈഗ. 40കളിലെ മലയാള പോപ്പുലർ ഗാനങ്ങൾ കുറവുമായിരുന്നു, സ്വാഭാവികമായിട്ട് ഹിന്ദി പാട്ടുകളായിരുന്നു. പിന്നെ നമ്മുടെ ഈ അനിൽ വിശ്വാസ്, നൗഷാദ് സാഹബ്, ശ്രീരാം ചന്ദ്ര, അങ്ങനെ മുന്നോട്ട് വന്ന് അവരുടെ പാട്ടുകളോടാണ് എനിക്ക് ആഭിമുഖ്യം തോന്നിയതും പഠിച്ചതും. അപ്പോൾ എനിക്ക് പൊതുവെ ഒരു ഹിന്ദി ചുവയാണ് എൻ്റെ മനസ്സിനും ഉള്ളത്. പിന്നെ ഞാൻ പിന്നീട് വടക്കോട്ട് പോകാനിടയായപ്പോൾ അവിടെയും എന്താ പറയുക, ഉത്തര ഭാരതീയ സംഗീത ശാസ്ത്രീയ സംഗീതമാണ് ഞാൻ പഠിച്ചത്. അല്പം തബ്ലയും പിന്നെ കുറച്ച് പിയാനോയൊക്കെ പഠിച്ചു. പിന്നെ ഈ വൈദിക വിദ്യാർത്ഥിയായിരുന്നു. ആ യാത്ര യഥാർത്ഥത്തിൽ സംഗീതത്തെ കൂടുതൽ പരിപോഷിക്കുകയാണ് ചെയ്തത്, അതെയോ? അത് ശരിയാണ്. ഞാൻ ചെറുപ്പത്തിൽ 4ാമത്തെ വയസ്സ് മുതൽ ഞാൻ പാട്ട് പാടാൻ തുടങ്ങിയതാണ് എൻ്റെ വീട്ടിൽ. അത് പള്ളിയിലൊക്കെ പോയി പാടും. പള്ളിയിൽ അച്ഛന്മാർ ഓർഗൻ വായിക്കുന്നത് കണ്ട് ഞാനും അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് തന്നെത്താൻ പഠിച്ചു. പക്ഷെ അതൊക്കെ തെറ്റായ ടെക്നിക്കായിരുന്നു. ഞാൻ വടക്കേ ഇന്ത്യയിൽ ഒരു മിഷണറി ആകാൻ പോയതാണ് 10ാം ക്ലാസ്സിൽ 1985. അപ്പോൾ അവിടുത്തെ ഈ ജർമ്മൻ ഫാദേഴ്സാണ് ഞങ്ങളുടെ ഇൻചാർജ് ആയിരുന്നത്. അവരുടനെ കണ്ടുപിടിച്ചു എനിക്കിതിൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച ഉടനെ തന്നെ അവർ എന്നെ പഠിപ്പിക്കാനായിട്ട് 2-3 ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തു. എൻ്റെ മറ്റു പഠനങ്ങളോടൊപ്പം തന്നെ അവർ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ യഥാർത്ഥത്തിൽ എന്നെ എന്തെങ്കിലും പഠിപ്പിക്കാൻ എന്നെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ ചാൻസ് തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീട്ടുകാർ തന്നില്ല, എൻ്റെ നാട്ടുകാർ തന്നില്ല, ഈ ഫോറിൻ മിഷണറീസ് ആണ്. അന്നൊക്കെ ഒരു പാട്ടുകാരനാകണമെന്നായിരുന്നു, ഒരു സംഗീത സംവിധായകൻ. അന്ന് എൻ്റെ ആഗ്രഹം ഒരു പ്ലേ ബാക്ക് സിംഗർ ആകാനായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനു മുമ്പ് ഗാനമേളകളൊക്കെ പാടുന്നുണ്ടായിരുന്നല്ലോ, കൊച്ചിയിലൊക്കെ വെച്ചാണ്. പിന്നെ ചെറുപ്പത്തില് 8ാം ക്ലാസ്സിലൊക്കെ വെച്ച് തന്നെ അല്ലേ? ഞാൻ 8 വയസ്സ് മുതൽ പബ്ലിക്. പിന്നെ നൗഷാദ് സാഹിബിന്റെ അടുത്തേക്ക് ചെന്നപ്പോ നമ്മളൊരു പ്ലേ ബാക്ക് സിംഗർ ആകാനായിരുന്നു മനസ്സിൽ. എന്നിട്ട് എപ്പോഴായിരുന്നു അത് മാറ്റം വന്നത്? അതായത് അക്കാലത്ത് റാഫിയൊക്കെ നല്ല ഗൗരവമായി നിൽക്കുന്ന കാലമായിരുന്നല്ലോ അല്ലേ, മുഹമ്മദ് റാഫിയൊക്കെ. അപ്പൊ അവിടെ പോയി അപ്പൊ ഞാൻ നൗഷാദ് സാഹിബിനൊരു പറഞ്ഞു എനിക്ക് പ്ലേ ബാക്ക് സിംഗർ ആകുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അത് നടക്കുമോ, റഫീ സാഹിബുള്ള കാലത്തോളം അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്ന കാലമാണ്. അപ്പൊ തന്നെ നമ്മുടെ മാറ്റി പടം. ഐ ഓൾസോ കമ്പോസ് ലൈക്ക് യു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അതൊരു തമാശയായിട്ട് തോന്നി. അപ്പൊ എന്നോടൊന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാടി, അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആകാൻ എനിക്കൊരു ചാൻസ്. ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ നൗഷാദ് എനിക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ എന്നെ 1 കൊല്ലം ആശാനൊന്ന് നടത്തി നോക്കി, പിന്മാറുവാണ് മാറട്ടെ. അപ്പൊ അത് എനിക്ക് ഫോൺ നമ്പർ തന്നിട്ട് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മാസത്തിലൊരിക്കലും വിളിക്കുമായിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ കുട്ടികളുടെ ആരെങ്കിലും എടുത്തിട്ട് പറയും ഫാദർ വീട്ടിലില്ല. അവസാനം ഒരു ദിവസം അദ്ദേഹം തന്നെ ഫോണിൽ വന്നത് ഞാൻ പറഞ്ഞു 1 കൊല്ലമായി എനിക്ക് ഇങ്ങനെ വലിയ വിഷമമാണെന്ന് പറഞ്ഞു. എന്നാ വരുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു അസിസ്റ്റന്റ്, അത് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് നമ്മൾ കുറേ സംഗീത കാര്യങ്ങൾ മനസ്സിലാക്കി. അത് ശരിക്കും പറഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിലെ വലിയ വളർച്ചയ്ക്കിടയാണ്. അതായത് ഫോർ എക്സാമ്പിൾ മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ആർക്കറിയാം. ഇപ്പൊ ഞാനിപ്പോഴും ചോദിക്കുന്നുണ്ട് കേരളത്തിലെ യുവാക്കളോട്, വാട്ട് ഈസ് മ്യൂസിക് ഡയറക്ഷൻ? ഒരു പിടുത്തമില്ല. ചിലര് പറയും പാട്ട് എഴുതുമല്ലേ. അതല്ല, പാട്ട് എഴുത്തില്ല, പാട്ടിന്റെ ട്യൂൺ ഉണ്ടാക്കുക. ഈ ട്യൂൺ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിനു മുമ്പ് ട്യൂൺ ഉണ്ടാക്കിയിട്ട് ലിറിസിസ്റ്റിനെ കൊണ്ട് ലിറിക്സ് എഴുതിക്കുക അക്കോർഡിംഗ് ടു ദ ന്യൂ. അല്ലെങ്കിൽ ഡയറക്ടറും ലിറിസിസ്റ്റും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഇന്ന സന്ദർഭത്തിന് ഇണങ്ങിയ ഒരു പാട്ട് അവരെ കൊണ്ട് എഴുതിച്ചിട്ട് എനിക്ക് ലിറിക്സ് തരുന്നു. ഞാനത് നോക്കി ആ സന്ദർഭത്തിന് അനുചിതമായ ഒരു ട്യൂൺ ഉണ്ടാക്കുന്നു. അതിനനുചിതമായ ഇൻസ്ട്രുമെൻസിനെ പറ്റി ചിന്തിക്കുന്നു. അതൊക്കെ എങ്ങനെ വായിപ്പിക്കണമെന്നും അതോടുകൂടി വെസ്റ്റേൺ മ്യൂസിക് എങ്ങനെ അകമ്പടി സേവിക്കണമെന്നും എന്നൊക്കെയുള്ള നിശ്ചയങ്ങളൊക്കെ എടുക്കുന്ന മ്യൂസിക് ഡയറക്ടർ. അത് കഴിഞ്ഞത് എഴുതിക്കുത്തി സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി
എല്ലാവരും കൊണ്ട് വായിപ്പിക്കുക. അത് കഴിഞ്ഞ് പ്ലേ ബാക്ക് സിംഗർ വരുമ്പോൾ അദ്ദേഹത്തിന് പാട്ട് പാടിക്കൊടുത്ത് പാട്ട് പഠിപ്പിക്കുക, എന്നിട്ട് റെക്കോർഡ് ചെയ്യുക. ചെയ്തിട്ട് നല്ല ടേക്ക് പല തവണ പാടിക്കണമല്ലോ, നല്ല ടേക്ക് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് അത് സിനിമക്കാർക്ക് കൊടുക്കുക. ശരിക്കും എഫർട്ട് എടുക്കുന്ന ഒരു അവസാനം ഒരു പോപ്പുലർ ഗാനം വരുമ്പോൾ അതിന്റെ എഫർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും സംഗീത സംവിധാനമാണ് അതിന്റെ കൂടുതൽ ജോലി തിരക്കുള്ള. ലിറിസിസ്റ്റിന് പാട്ട് സന്ദർഭോചിതമായിട്ട് എഴുതാനുള്ള കഴിവ് വേണം. അത് സ്മൂത്തായിട്ട് മനോഹരമായിട്ട് ചെയ്യണം. അതും വെരി ഡിഫിക്കൽട്ട് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. പക്ഷെ അത് കയ്യിൽ കിട്ടിയാൽ പിന്നെ മുഴുവൻ ജോലി മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ഈ നൗഷാദിൻ്റെ പഠന കളരിയിൽ നിന്ന് പഠിച്ചിട്ട് എപ്പോഴാണ് പിന്നെ ഉത്തരേന്ത്യയിലെ സംഗീത ജീവിതം അവസാനിപ്പിച്ച് അതെങ്ങനെയായിരുന്നു അതിൻ്റെ? വെരി സിമ്പിൾ. ഞാൻ മ്യൂസിക് ഡയറക്ഷൻ, അപ്പോൾ നൗഷാദ് സാഹിബിൻ്റെ ഈ മ്യൂസിക് ഡയറക്ഷനിലെ സ്റ്റെപ്സ് എല്ലാം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എന്നോട്, അദ്ദേഹത്തിന് വീട്ടിൽ താമസിക്കുകയായിരുന്നു കാലത്ത് 8 മണി മുതൽ രാത്രി 8 മണി വരെ. അപ്പോൾ അദ്ദേഹം എന്നെ അദ്ദേഹത്തൂടെ കൊണ്ടുപോവുകയും അദ്ദേഹം ചെയ്യുന്നത് കാണിച്ചു തരികയും അതൊക്കെ. അവിടെ ഇങ്ങനെ സീക്രട്ട് ഒന്നുമില്ല. അപ്പം നമ്മൾ കാണുന്നു, നമ്മൾ കണ്ടുപിടിക്കുന്നു, പഠിക്കുന്നു. അദ്ദേഹം ഇടയ്ക്ക് പറയും, ഞാനൊരു പല്ലവി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിന് അനുചിതമായ ഒരു അനുപല്ലവി ഒന്ന് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മൾ അതിനുപോലെ ഉണ്ടാക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയാം തിരക്കില്ല, എന്നാലും ആ 3ാമത്തെ ലൈൻ ഇങ്ങനെയാക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം നടത്തും. അങ്ങനെ ഇതൊരു കൂട്ടായ്മയുടെ ഒരു ഭാഗം. പക്ഷെ എന്നോടൊപ്പം വേറൊരാളും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വെറും പയ്യനല്ല. അവിടെ അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അസിസ്റ്റ് ചെയ്തിരുന്നത് മഹാപ്രഗത്ഭനും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള നിലയിൽ ഒരു മ്യൂസിക് ഡയറക്ടറുമായിരുന്ന മുഹമ്മദ് ഷഫി എന്ന് പറയുന്ന അദ്ദേഹം. അപ്പൊ അദ്ദേഹം എന്നെ വളരെ കാര്യമായിട്ട് സ്വീകരിച്ചു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി കണ്ടക്ട് ചെയ്യാൻ എന്നെ ഏൽപ്പിക്കുക. അദ്ദേഹം ചെയ്തിരുന്ന ജോലി എന്നെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. വളരെ ഓപ്പൺ മൈൻഡോടുകൂടി ചെയ്തു തന്നു. അങ്ങനെ ഞാൻ പല വശങ്ങളും മനസ്സിലാക്കി. അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് എന്തായിരുന്നു ഞാനിങ്ങനെ ഉദാഹരണത്തിന് ഞാൻ ചെയ്ത പടങ്ങൾ, നൗഷാദ് സാഹിബിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത പടങ്ങൾ ദിൽ ദിയ ദർദിലിയുടെ റീ റെക്കോർഡിങ് ചെയ്തു, രാം ഔർ ശ്യാമിൻ്റെ റീ റെക്കോർഡിങ് ചെയ്തു, പിന്നെ പാൽക്കി, സംഘർഷ്, സാഥി, ഗവാർ എന്നൊക്കെ പറയുന്ന സിനിമകളിലെ പാട്ടുകളും നൗഷാദ് സാഹിബിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ചെയ്തു. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവരൊക്കെ നൗഷാദ് സാഹിബ് ട്യൂൺ ഉണ്ടാക്കുമ്പോൾ നൗഷാദ് സാഹിബ് അതിൻ്റെ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇത് എഴുതുന്നതും പിടിക്കുന്നതൊക്കെ ഗോവാക്കാരും അവരൊക്കെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് വെസ്റ്റേൺ മ്യൂസിക് ശരിക്കും പഠിക്കണം. ഈ ഓർഗൻ മാത്രം വായിച്ചുകൊണ്ട് കാര്യമില്ല. സ്വതസിദ്ധമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയെങ്കിലും ഇത് ഒരു ഫോർമൽ ട്രെയിനിങ് ഇല്ലാതെ ശരിയാവില്ല എന്ന് തോന്നി. അപ്പോൾ ഞാൻ നൗഷാദ് സാഹിബിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഫോർമൽ ട്രെയിനിങ് ആയിട്ട് എൻ്റെ